നിലമ്പൂർ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ്. കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് മാതൃഭൂമി ന്യൂസിലൂടെ വിവാദത്തിന് തിരികൊളുത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ ആ പ്രതികരണമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് CPM RSSുമായി ചേർന്നുവെന്നായിരുന്നു MV ഗോവിന്ദന്റെ പരാമർശം. ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്നതിനെ ന്യായീകരിക്കാനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി RSS ബന്ധം ചൂണ്ടിക്കാട്ടിയത്. മാതൃഭൂമി ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയായ വോട്ടിന്റെ കാതലിലാണ് MV ഗോവിന്ദന്റെ ആ തുറന്ന പറച്ചിൽ. അതൊന്ന് കേൾക്കാം. RSS രൂപീകരിക്കുന്ന ഘട്ടം 1925 എല്ലാ ഘട്ടത്തിലും RSS ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? എന്നാൽ 1977 67 കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSSുമായിട്ട് പല സ്ഥലത്തും ചേർന്നില്ലേ? അത്ര കണ്ടാൽ മതി. RSS വർഗീയവാദികളാണല്ലോ. 1925 ചേർന്നിട്ടുണ്ടായിരുന്നു. എന്ത് വിവാദം വരാൻ? ഉള്ള സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ വിവാദമായി പോകും. ആ വിവാദം ഞങ്ങൾക്കൊരു ഭയവുമില്ല, തെല്ല് ഭയവുമില്ല. അടിയന്തരാവസ്ഥ വന്നാൽ പിന്നെ അർദ്ധഫാസിസത്തിന്റെ രീതിയിലേക്ക് വന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും മാറ്റം നോക്കേണ്ടിയുണ്ടോ? ഫാസിസത്തിന്റെ അവസാനം വരുത്തുക എന്നുള്ളതാണല്ലോ പിന്നത്തെ മുദ്രാവാക്യം. അങ്ങനെ വരുമ്പോൾ അടിയന്തരാവസ്ഥ അറബി കടൽ യോജിക്കാവുന്നവരെല്ലാമായി യോജിച്ചില്ലേ കേരളത്തിലും ഇന്ത്യയിലും? അല്ല, ഇപ്പൊ RSSനോട് അങ്ങനെയല്ലേ കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും ഒക്കെ നെസസിറ്റി ആയിരുന്നു. അതാ കാര്യം, നെസസിറ്റിയാണ് പ്രശ്നം. പിന്നെ 96 ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചപ്പോൾ അടിയന്തരാവസ്ഥ ഇല്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ പിന്തുണക്കുന്നു. അവര് പറയുന്ന കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്? അല്ല, പൊതുവെ പിന്നെ പൊതുവെ അതായത് ജമാഅത്തെ ഇസ്ലാമി പല സ്ഥലത്ത് വരുന്ന നിലപാട്, ഒരു മണ്ഡലത്തിൽ ഞാൻ എന്നെ പിന്തുണക്കുന്നു പറയും, ഓരോ സ്ഥലത്ത് സണ്ണീനെ പിന്തുണക്കുന്നു പറയും, ഓരോ സ്ഥലത്ത് ഓരോ നിലപാട് സ്വീകരിച്ചു പോവാ. ആ നിലപാടിനോട് ഞങ്ങൾക്ക് എന്താ രാഷ്ട്രീയ നിലപാട്? LDFനെ എവിടെ? അങ്ങനെ ഞാൻ ഇതാ പറഞ്ഞത്, അവർ രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ഭാഗമായിട്ട് ഒരിക്കലും നിന്നില്ല, ഇനിയോട്ട് നിൽക്കുകയും ചെയ്യില്ല. അത് ഉറപ്പായിട്ട് ഞാൻ പറയാം. പക്ഷേ പിന്നെ അതിനൊക്കെ ഇങ്ങനെ വെറുതെ ചരിത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് എടുക്കണ്ട. ജമാഅത്ത് ഇസ്ലാമിന്റെ വക്താവും ആവണ്ട. ഇല്ല, ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയോട് പ്രശ്നമാണ്, PDP ആയിട്ട് പ്രശ്നം ഇല്ല. PDP ആയിട്ട് ഒരു പ്രശ്നമില്ല. അതെന്താ? ഇല്ല, PDP എന്താ? ഞങ്ങൾ ഈ ലോകത്തെ മുഴുവൻ ഇസ്ലാം രാഷ്ട്രമാക്കണം പറഞ്ഞ് നടക്കുക. ഇപ്പം PDP ഇസ്ലാമിക സേവാ സംഘം രൂപീകരിച്ച ആളാണ് അബ്ദുള്ള. ആ രൂപീകരിച്ച ഘട്ടത്തിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ നിലപാട് മാറിയപ്പോ മാറ്റി. CPM-മാരെ പോലും കൊന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. പക്ഷേ ഇപ്പോ PDP ആ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് അവരും ഈ രാജ്യവും എല്ലാവർക്കും അറിയാം. അതേസമയം പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും കടുത്ത എതിർപ്പ് ഉയർന്നതോടെ ന്യായീകരിച്ചുകൊണ്ട് തടിയൂരാനാണ് ഗോവിന്ദന്റെ ശ്രമം. മാതൃഭൂമി ന്യൂസ് അഭിമുഖത്തിന് പിന്നാലെ MV ഗോവിന്ദൻ ഇന്ന് നടത്തിയ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. രാവിലെ നടത്തിയ പ്രതികരണത്തിലേക്ക്. പ്രാവർത്തികമാക്കാൻ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ സൂചിപ്പിച്ചതിനെയാണ് വാസ്തവത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. RSSുമായി CPI ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെയും ഇല്ല, ഇന്നുമില്ല, ഇനി നാളെയും ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ വെളിപ്പെടുത്തലിൽ കടുത്ത അമർഷമാണ്. അതേസമയം CPI-ക്കുള്ളത്. ഗോവിന്ദനെ ഉന്നമിട്ട് നടത്തിയ പ്രതികരണം ഒന്ന് കേൾക്കാം. സ്വന്തം വർത്തമാനം അപഹാസ്യമാണെന്ന് ബോധ്യമുള്ളവർ, അവർക്കാണ് 50 കൊല്ലം പഴയ അതേ കാലത്തെപ്പറ്റി ചുറ്റിത്തിരിഞ്ഞ് ഒരു രാഷ്ട്രീയത്തെപ്പറ്റി പറയേണ്ട അവസ്ഥയുള്ളത്. ആ അവസ്ഥ LDF-നില്ല. ആ പുസ്തകമെല്ലാം അന്നും ഇന്നും ഉണ്ട്. സുന്ദരയുടെ കത്തുണ്ട്, ആ പുസ്തകമുണ്ട്, എല്ലാം ഉണ്ട്, ആ ചരിത്രമുണ്ട്. പക്ഷെ രാജ്യം, സംസ്ഥാനം, വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കെ 50 കൊല്ലം പഴയ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ചുറ്റിത്തിരിയാൻ CPI ഇല്ല. LDF ആ വഴിക്ക് പോകാൻ പാടില്ല. പക്ഷെ എന്ത് കാര്യം എപ്പോൾ എങ്ങനെ പറയണം? ലൈബ്രറിയുണ്ട്, പുസ്തകമുണ്ട്, സുന്ദരിയുടെ കത്തുണ്ട്, അതെല്ലാം ഉണ്ട്. അതേപ്പറ്റിയുള്ള വിവാദത്തിന് CPI ഇല്ല. ഭൂരിപക്ഷ വർഗീയതയുടെ മുഖമായ RSSനോടും ന്യൂനപക്ഷ വർഗീയ പന്തിന് മുഖമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയോടും LDF-ന് ഇന്ന് എവിടെയും സംബന്ധമില്ല, സഖ്യമില്ല, യാതൊന്നുമില്ല. RSSുമായി സഹകരിച്ചിരുന്നുവെന്ന MV ഗോവിന്ദന്റെ പരാമർശം ശരിവെച്ചുകൊണ്ട് ജനതാ പാർട്ടി നേതാവും BJP മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന K രാമൻപിള്ളയും രംഗത്ത് വന്നു. 1977 RSS പിന്തുണയോടെയാണ് CPM മത്സരിച്ചത്. CPM-ന് വോട്ട് ചെയ്യാൻ RSS നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഒരു തിരഞ്ഞെടുപ്പിലും CPM RSS സഹകരണം ഉണ്ടായിട്ടില്ലെന്നും K രാമൻപിള്ള മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. അതിലേക്ക് കൂടി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ യോജിച്ചു പോകണം എന്നുള്ള നിർദ്ദേശം അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി. എല്ലാവരും കൂടി യോജിച്ചു പോകാം. CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഞാൻ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ RSSും BJP ജനസംഘവും എല്ലാം തന്നെ
അങ്ങനെയുള്ള ഒരു യോജിച്ച സമരത്തിന് തയ്യാറായി കഴിഞ്ഞു, സന്നദ്ധരാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഫൈറ്റ് ചെയ്ത പാർട്ടികൾ യോജിച്ച് മത്സരിക്കുകയാണെങ്കിൽ അവരുടെ കാൻഡിഡേറ്റ് ആരായാലും, അത് മാർക്സിസ്റ്റാണോ പ്രശ്നമല്ല, സംഘടനാ കോൺഗ്രസ് ആയാലും ഏതായാലും അവർ സപ്പോർട്ട് ചെയ്യാം, അവർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു അന്നത്തെ സംഘത്തിൻ്റെ നിലപാട്. പിന്നെ അതൊരിക്കലും ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണൂർ ജില്ലയിലും കാസർഗോഡൊക്കെ സംഘടനകളും കൊലപാതകങ്ങളൊക്കെ ഉണ്ടായി. അതോടുകൂടി അകന്നു. RSS പരാമർശത്തിൽ MP ഗോവിന്ദനെ തിരുത്തി മുഖ്യമന്ത്രി. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി ഒരു ബന്ധവും CPM-ന് ഉണ്ടായിരുന്നില്ല. ജനതാ പാർട്ടിയുമായി മാത്രമാണ് സഹകരിച്ചത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം RSSുമായി കോൺഗ്രസാണ് ബന്ധമുണ്ടാക്കിയതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മാതൃഭൂമി ന്യൂസിന് MP ഗോവിന്ദൻ നൽകിയ അഭിമുഖം വിവാദമായതോടെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ ഈ വിശദീകരണം. 1977 തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അന്നത്തെ ഒരു വിശാല മുന്നണി, ആ വിശാല മുന്നണി ജനതാ പാർട്ടിയായി രൂപപ്പെട്ടു. ഞങ്ങളതിലില്ല. CPIM അപ്പോഴും വേറിട്ട് നിൽക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥയിലെ കോൺഗ്രസ് ഏകാധിപത്യ ഭരണത്തിനെതിരെ ഉയർന്നു വന്ന വിശാല ഐക്യത്തിലുണ്ടായിരുന്ന കക്ഷികൾ ഒന്നിച്ചു ചേർന്നാണ് ഈ പറയുന്ന ജനതാ പാർട്ടി ഉണ്ടാകുന്നത്. CPIM ജനതാ പാർട്ടിയിൽ ലയിച്ചിട്ടില്ല. CPIM CPI-യുമായി തന്നെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം നിലയിൽ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുകയായിരുന്നു CPIM ചെയ്തത്. അങ്ങനെ വിവാദങ്ങൾ ഒരുപാട് കൊടുമുടി കയറിയ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ദിവസമാണ് നാളെ. പോളിംഗ് ആണ് നാളെ രാവിലെ 6 മണി മുതൽ. തത്സമയ വിശദാംശങ്ങളാണ് 7 പഞ്ചായത്തുകളിലെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ നിന്ന് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മാതൃഭൂമി ന്യൂസിനൊപ്പം തന്നെ രാവിലെ മുതൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുക.